മലപ്പുറം ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ RSS ഗണഗീതം പാടി കുട്ടികൾ. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിക്കിടെയാണ് ഈ സംഭവം. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. അബദ്ധം പറ്റിയെന്നും വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ നടപടിയെടുത്തെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടിയിലാണ് RSS ഗണഗീതവും ഉൾപ്പെട്ടത്. ദൃശ്യം പ്രചരിച്ചതോടെ വിവാദമായി. ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചതാണ് എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. RSSന്റെ ഈ ഒളിച്ചുകളി ഈ വിദ്യാലയത്തിനകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെയുള്ള അധ്യാപകരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിച്ചത്. ഒരു മതത്തിൻ്റെയും ഭാഗമായ ഒന്നും സ്കൂളിൽ പാടില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. ഒരു മതസംഘടനയുടെയും ഒരു പാട്ടും ഒരു സ്കൂളിലും പാടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നയം. ഈ അധ്യാപകർ, ഈ മാനേജ്മെൻറ്റ്, PTA ഇത് കുട്ടികളുടെ മേലെ ഇട്ടിട്ട് പഴിചാരുകയാണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഗണഗീതം അധ്യാപകർ എഴുതി നൽകിയതല്ലെന്നും വിദ്യാർത്ഥികൾ സ്വമേധയാ അവതരിപ്പിച്ചതാണെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. എന്നാൽ പരിശോധിക്കാതെ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ അനുമതി നൽകിയത് ജാഗ്രത കുറവാണെന്നും പ്രധാന അധ്യാപിക ബിന്ദു. നടപടി എന്താ വെച്ചാൽ നമ്മുടെ ഗാന്ധി ദർശൻ ക്ലബിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ അത് കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളെടുത്ത തീരുമാനം. സ്കൂളിലെ ഗാന്ധി ദർശൻ ക്ലബ്ബാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.